കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും കേരള സർക്കാരിന്റെയും അംഗീകാരത്തോടെ BCA, BSW, BCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BSc സൈക്കോളജി, BSc ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. DPOL കോളേജ്, ഡിസാറ്റ്, നിലമ്പൂർ. നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ കായിക വകുപ്പ് മുഖേന 4 കോടി രൂപയുടെ പ്രവർത്തികൾ നടപ്പാക്കുമെന്ന് ആര്യടൻ ഷൗക്കത്ത് MLA. ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വഴിക്കടവ് പഞ്ചായത്തിലെ പാലാട് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അപ്പൊ നമുക്കറിയാം, ഒരു ഗ്രൗണ്ടിൽ ഒരു 74 ലക്ഷം രൂപ ചെലവഴിച്ച ഒരു പദ്ധതി ഉണ്ടാക്കിയാൽ എത്രമാത്രം നമുക്കത് പൂർണ്ണമാക്കാൻ കഴിയുമെന്നുള്ളതിന്റെ ബുദ്ധിമുട്ടറിയാം. എങ്കിലും നമുക്ക് ഈ ഗ്രൗണ്ട് താഴ്ന്നു കിടക്കുക, കാരണം റോഡ് ലെവൽ ഉയരത്തില്ല. ആദ്യം നമുക്ക് ഈ ഗ്രൗണ്ട് ഉയർത്തണം, അതല്ലെങ്കിൽ ഇത് മഴ പെയ്താൽ ഇത് ഇവിടുത്തെ ഏറ്റവും പ്രശ്നം ചളികെട്ടലായിരിക്കും. കാരണം ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, റോഡ് ഉയരത്തിലാണ്, എങ്ങനെയായാലും വെള്ളം കൊട്ടൊഴുകും. അപ്പൊ ഈ മണ്ണിട്ട് ഇത് ഉയർത്തി ഇതിന് ചുറ്റുഭാഗം ഫെൻസിങ് നടത്തി, കോൺട്രാക്റ്റില്ല ഇവിടെ, അവിടെ ഉണ്ട്, ചുറ്റുഭാഗം ഫെൻസിങ് നടത്തി പോസ്റ്റൊക്കെ വെച്ച് ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ ഈ പദ്ധതിയിൽ സൈഡ് കെട്ടിയിട്ട്. അപ്പൊ അവര് എന്നോട്, ഞാൻ ഇതിനു വേണ്ടി പ്രത്യേക യോഗം തിരുവനന്തപുരത്ത് വിളിച്ചു കൂട്ടി. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ആഴ്ചയിൽ തിരുവനന്തപുരത്ത് സ്പോർട്സ് കേരള ഫൗണ്ടേഷനെയും കിറ്റ്കോയെയും ഒക്കെ ഞാൻ വിളിച്ചുകൂട്ടി. ആ യോഗത്തിൽ വെച്ച് അവര് പറഞ്ഞത് 2-3 തടസ്സങ്ങളാണ് അവര് പറഞ്ഞത്. ആ തടസ്സങ്ങൾ പറഞ്ഞത്, ഒന്ന്, പൊതുവഴി, ഇതിൽ നേരത്തെ ഒരു വഴി ആളുകൾ നടന്നു പോയിരുന്നു, അതിനെ കുറിച്ച് ഒരു ധാരണ പഞ്ചായത്ത് ഉണ്ടാക്കി തരണം. 2, മുൻപിൽ 3-4 കടകൾ, അതും ധാരണ പഞ്ചായത്ത് ഉണ്ടാക്കി തരണം, എന്നാലേ ഞങ്ങൾക്ക് പണി തുടങ്ങാൻ പറ്റുള്ളൂ എന്ന രൂപത്തിൽ. എന്തായാലും അതൊക്കെ ഞാൻ ഏറ്റെടുത്തിരിക്കുക, ഞാൻ ചെയ്തിരുന്നു, നിങ്ങളെ കണ്ട ഏറ്റെടുത്തു. അപ്പോ അത് എന്തായാലും പ്രവൃത്തി എത്രയും പെട്ടെന്ന് തുടങ്ങുക എന്നതാണ് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മളൊരു തീയതി വെച്ചത്. കാരണം ഇതിന്റെ 1 കോടി രൂപ വിനിയോഗിച്ചാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. MLAയുടെ ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 50 ലക്ഷം രൂപയും കായിക വകുപ്പിന്റെ പ്ലാൻ ഫണ്ട് വിഹിതമായ 50 ലക്ഷം രൂപയുമാണ് വിനിയോഗിക്കുന്നത്. മഡ് ഫുട്ബോൾ കോർട്ട്, വോളിബോൾ കോർട്ട്, ബാഡ്മിന്റൺ കോർട്ട് തുടങ്ങിയവ ഒരുക്കും. ജില്ലയിലെ പ്രധാന പാതയോരത്തുള്ള പഞ്ചായത്ത് സ്റ്റേഡിയം 2 ഉള്ളതിൽ ഒന്ന് ഇതാണെന്നും ഷൗക്കത്ത് പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് റംലത്ത് നെയ്തക്കോടൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി സി മാമ്പ്ര, ജില്ലാ പഞ്ചായത്ത് അംഗം NA കരീം, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷ വേലു, അംഗങ്ങളായ മാനു കോന്നാടൻ, AK വർഗീസ്, മുജീബ് എരഞ്ഞിയിൽ, സക്കീന അഷ്റഫ്, ബിനു പോൾ, CDS പ്രസിഡന്റ് എലിസബത്ത് മാത്യു, വിവിധ കക്ഷി നേതാക്കളായ സുനീർ മണൽപ്പാടം, MI അബ്ദുൾ ഹമീദ്, VK ഉസ്മാൻ, MT അലി, K അബ്ബാസ്, അജി, ലത്തീഫ് മണിമൂളി, അഷ്റഫ് സ്രാബിക്കല്, SH പ്രീതി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, എടക്കര.